നമസ്കാരം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് 2 തവണയാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും എത്തിയത്. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വരവിന് പിന്നിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കുക എന്നതു തന്നെയായിരുന്നു. ഈ സന്ദർശനങ്ങളിൽ രഹസ്യ ചർച്ചകളും നീക്കുപോക്കുകളും നടന്നിട്ടുമുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ ഏതൊക്കെ നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന കാര്യം രഹസ്യമാണ്. വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഈ സമയത്ത് നടന്നിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. കേരള ചരിത്രത്തിൽ ഇതേവരെ ഇല്ലാത്ത വിധത്തിലുള്ള നേട്ടം BJP ഇക്കുറി കൊയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം. രഹസ്യ ചർച്ചകൾക്കും നീക്കുപോക്കുകൾക്കും മുൻകൈ എടുത്തതിൽ BJP കേരള ഘടകം അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനും ഒരു പ്രധാന പങ്കുണ്ട്. ഈ നീക്കങ്ങളിൽ അതീവ സംതൃപ്തിയാണ് മോദിയും ഷായും രേഖപ്പെടുത്തിയത്. രാജീവ് ചന്ദ്രശേഖരെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് നീക്കത്തിന്റെ പേരിലാണ് ഈ അഭിനന്ദനം എന്നത് രഹസ്യമായി തുടരുന്നു. മറ്റു സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ ദേശീയ നേതൃത്വം ചില പ്രത്യേക ഘട്ടങ്ങളിൽ നടത്താറുള്ള നീക്കങ്ങൾ കേരളത്തിലും നടത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമായ വിവരം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പല രാഷ്ട്രീയ നേതാക്കളും BJPക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്നാണ് മോദിയും ഷായും അടങ്ങുന്ന BJP ദേശീയ നേതൃത്വത്തിന് നൽകിയ സന്ദേശം. ഇതിൽ മുസ്ലിം നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ നീക്കങ്ങൾ എന്തുമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് BJP ദേശീയ നേതൃത്വം നടത്തിയ നീക്കങ്ങൾ വിജയിച്ചത് മോദിയും ഷായും പ്രത്യേകം കണക്കിലെടുത്തിട്ടുണ്ട്. BJPക്ക് ഭാരി കയറാൻ മടിയായി കരുതുന്ന കേരളത്തിൽ BJP തൃശൂർ ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്തതും തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതും മോദി ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കിയിരുന്നു. കേരള ഭരണം BJP പിടിക്കുമെന്ന് മോദി പറഞ്ഞത് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നാണ് തൃശൂർ ലോക്സഭാ സീറ്റിൽ BJPയുടെ സുരേഷ് ഗോപിയോട് പരാജയമടഞ്ഞ ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാവായ K മുരളീധരൻ പറഞ്ഞത്. പതിറ്റാണ്ടുകളായി CPM ഭരണത്തിൽ തുടരുന്ന ത്രിപുര BJP പിടിച്ചെടുത്തതും മുരളീധരൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി പറഞ്ഞത് 1-ലധികം സീറ്റെന്നാണ്. തിരുവനന്തപുരം തലനാരിഴക്ക് നഷ്ടമായപ്പോൾ തൃശൂർ ലോക്സഭാ സീറ്റ് BJP കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ 30ഓളം നിയമസഭാ മണ്ഡലങ്ങളുടെ തലക്കുറി മാറ്റാൻ കഴിയുന്ന വിധം ശക്തമായ സാന്നിധ്യമാണ് BJP കൂടുതൽ വോട്ടുകൾ പിടിക്കുമ്പോൾ അത് LDFന്റെയും UDFന്റെയും വിജയ സാധ്യതകളെയാണ് മാറ്റിമറിക്കുന്നത്. BJP മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ അത് കൂടുതൽ ബാധിക്കുക UDFനെ തന്നെയാകും. UDF ഭരണത്തിൽ വന്നാൽ തന്നെ ഭൂരിപക്ഷം വല്ലാതെ കുറയാനും കാരണമാകും. 3 മുതൽ 11 വരെ സീറ്റുകൾ BJP ദേശീയ നേതൃത്വം കേരളത്തിൽ പ്രതീക്ഷിക്കുമ്പോൾ യഥാർത്ഥ ചിത്രം ലഭിക്കാൻ മെയ് 4 വരെ കാക്കേണ്ടി വരും.